ഗുഡ് ഈവനിങ് സ്റ്റുഡൻറ്. നമ്മൾ ഇന്ന് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന് പറഞ്ഞ സിലബസിൽ 184 BANS എന്ന് പറഞ്ഞ ഈ സിലബസ് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി, അതിൽ 3 ബ്ലോക്കുകളാണ് നമുക്കുള്ളത്. അതിൽ 3 ബ്ലോക്കില് ഒന്നാമത്തെ ബ്ലോക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ രണ്ടാമത്തെ ബ്ലോക്കാണ്. രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ഇൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് എന്ന ഈ ബ്ലോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലോക്കിലെ 5ാമത്തെ ചാപ്റ്റർ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഫാക്ടർ ഓൺ ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്നുള്ളൊരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 6th ചാപ്റ്റർ ആയ തിയറീസ് ആൻഡ് മെത്തേഡ് ഓഫ് പബ്ലിക് ഹെൽത്ത്, അതായത് പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട തിയറീസുകളും മെത്തേഡ്സുകളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു അധ്യായത്തിലെ തിയറീസ് ആൻഡ് മെത്തേഡ് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞതാണ് നോക്കാൻ പോകുന്നത്. തിയറീസ് ആൻഡ് മെത്തേഡ് ഓഫ് പബ്ലിക് ഹെൽത്ത്. എന്താണ് പബ്ലിക് ഹെൽത്ത് എന്ന് നമുക്കറിയാം. പൊതുവായിട്ടുള്ള നമ്മളൊരു ആരോഗ്യ സംരക്ഷണമാണ് ഇവിടെ. അവിടെ തിയറീസും മെത്തേഡുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേരിയസ് ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജി ആർ യൂസ്ഡ് ബൈ പബ്ലിക് ഹെൽത്ത് ടു സോൾവ് ദി പബ്ലിക് ഹെൽത്ത് ചലഞ്ചസ്. നമുക്കറിയാം പബ്ലിക് ഹെൽത്ത് ായിട്ട് നമ്മുടെ പൊതു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല സ്ട്രാറ്റജീസും ടെക്നിക്സുകളും ഇന്ന് ഉപയോഗിക്കുന്നത്. ദ കീ എലിമെന്റ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് ആർ ടാക്ടിക്സ് ഇൻക്ലൂഡ് ഹെൽത്ത് ബിഹേവിയർ ചേഞ്ച്, ഹെൽത്ത് പ്രൊമോഷൻ, അതുപോലെ തന്നെ എപ്പിഡമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഹെൽത്ത് റിസർച്ച്. ഈ ഒരു മേഖലകളിലൊക്കെ എന്ത് പബ്ലിക് ഹെൽത്തിന്റെ അപ്രോച്ചസും ടാക്ടിക്സുകളും നമ്മൾ ചെയ്യുന്നത്. ഇൻ ദിസ് സെക്ഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ഫോക്കസ് ഓൺ ദി പബ്ലിക് ഹെൽത്ത് ബിഹേവിയർ തിയറീസ്, ഹൗ ദേ മൈറ്റ് ബി അപ്ലൈഡ് ടു റൈസ് ജനറൽ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് പോപ്പുലേഷൻ. പൊതുജന ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് എന്തെല്ലാം ബിഹേവിയർ തിയറീസുകളാണ്, എന്തെല്ലാം ബിഹേവിയർ തിയറീസ് ആണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അതില് ക്രോണിക്കൽ ഓഫ് നോൺ കമ്മ്യൂണിബിൾ ഡിസീസസ്. നമുക്കറിയാം നോൺ കമ്മ്യൂണിബിൾ ആയിട്ടുള്ള ഡിസീസസുകൾ ഉണ്ട്. ക്യാൻസർ, ഹാർട്ട് ഡിസീസസ്, അതുപോലത്തെ ലങ്സ് ഡിസീസസ് ആർ ദി ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ഇൻ ദ വേൾഡ് വൈഡ്. അതായത് ലോകത്തിൽ തന്നെ ഭൂരിഭാഗം രോഗങ്ങൾ മരിക്കുന്നതിൽ നോൺ കമ്മ്യൂണിബിൾ ആയിട്ടുള്ള ഡിസീസസുകളാണ് ഇത്. ക്യാൻസറും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസും ലങ്സ് ഡിസീസസും ഇതൊക്കെ ബന്ധപ്പെട്ട് നിരവധി വ്യക്തികൾ മരണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ടൊബാക്കോ യൂസസ്, പുവർ ഡയറ്റ്, ഡ്രിങ്കിങ് ആൽക്കഹോൾ ആൻഡ് അവോയ്ഡബിൾ ഇഞ്ചുറീസ് ആർ ഓൺലി ഫ്യൂ ബിഹേവിയർ ഫാക്ടേഴ്സ് ഇൻ ദി സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് മോർട്ടാലിറ്റി. മദ്യപാനം, അതുപോലെ തന്നെ പുവർ ഡയറ്റ് നോക്കുക, അതുപോലെ തന്നെ ആൽക്കഹോളിന്റെ അമിത ഉപയോഗം, അതുപോലെ തന്നെ മറ്റുള്ള അവോയ്ഡബിൾ ഇഞ്ചുറീസുകൾ വഴിയിട്ട് നിരവധി ബിഹേവിയർ ഡിസീസസ് അല്ലെങ്കിൽ പെരുമാറ്റപരമായിട്ട് നിരവധി ആൾക്കാരും മരണപ്പെടുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം ഇൻഫെക്ഷണൽ ഡിസീസസ്, നമുക്കറിയാം രോഗം പടരുന്ന, അതായത് പകർച്ചവ്യാധികളുടെ മുഖേനയും ലോകത്ത് നിരവധി ആൾക്കാർ മരിക്കുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പകർച്ചവ്യാധികളാണ് മലേറിയ, ഡയപ്പർ ഇല്ലീസ്, ട്യൂബർകുലോസിസ് ആൻഡ് HIV, എയ്ഡ്സ്. ഇതൊക്കെ ഇത് വേൾഡ് പൂവറസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷനിലെയും ബാധിക്കും. ലോകത്തെ ഭൂരിഭാഗം ജനങ്ങളെയും ബാധിച്ച് മരണത്തിന് ഇരയാവുന്നു. അപ്പൊ ഇവരിലൊക്കെ എന്താണ് തിയറീസ്, ബിഹേവിയർ, അതായത് ഹെൽത്ത് ബിഹേവിയർ തിയറീസുകളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നല്ലൊരു രീതിയിൽ നല്ലൊരു പബ്ലിക് ഹെൽത്ത് നമുക്ക് ഉണ്ടാക്കുന്നതിന് ഈ ബൈ ഓർഡിനറി പീപ്പിൾ വിച്വൽ ആൻഡ് സിഗ്നിഫിക്കന്റ്
ഹെൽത്ത് ബിഹേവിയർ, നല്ലൊരു പെരുമാറ്റം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഈ രോഗങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റുള്ളൂ. ദ ബേർഡൻ ഓഫ് ദി ഇൻഫെക്ഷൻസ് ആൻഡ് നോൺ ഇൻഫെക്ഷൻ ഡിസീസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. നമുക്ക് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. A person health behavior could improve, which would assist reduce the severity suffering, premature mortality and medical expense. അപ്പൊ നല്ലൊരു പബ്ലിക്കൽ ഹെൽത്ത് ബിഹേവിയർ നമുക്ക് ഉണ്ടെങ്കിൽ ഈ രോഗങ്ങളെ തടയുവാനും അതുപോലെ തന്നെ നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും. The government of India reported and policy document place focus on health education and promotion as one of the strategy address the health issues. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഹെൽത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻസും പ്രോഗ്രാംസുകളും ഒക്കെ നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഫസ്റ്റ് വി നീഡ് ടു ഹാവ് ദി അണ്ടർസ്റ്റാൻഡിങ് ഹെൽത്ത് ബിഹേവിയർ. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് മനസ്സിലാക്കണം, എന്താണ് ഹെൽത്ത് ബിഹേവിയറും അതിന്റെ വേരിയസ് തിയറീസും അതിന്റെ അപ്ലിക്കേഷൻസും അതിന്റെ ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്നാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഹെൽത്ത് ബിഹേവിയർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത്. എന്താണ് ഹെൽത്ത് ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെന്താ വെച്ചാൽ കണ്ടക്ട് വിത്ത് ദി intention of avoiding, identify or otherwise enhancing the one's health and well-being. നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. അതായത് എന്തൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, എന്താന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ പെരുമാറാം. ഇതൊക്കെയാണ് എന്ത് ഹെൽത്ത് ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹെൽത്ത് ബിഹേവിയർ തന്നെ നിരവധി ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കൊടുക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെൽത്ത് ബിഹേവിയർ പ്രധാനമായിട്ടും 3 ഹെൽത്ത് ബിഹേവിയേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. കാസൽ കോപ്പ് എന്ന് പറഞ്ഞ ആളാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ കൊടുത്തത്. ഒന്ന് പ്രിമിറ്റീവ് ഹെൽത്ത് ബിഹേവിയർ ഉണ്ട്, അതുപോലെ തന്നെ ഇൽനെസ് ബിഹേവിയർ ഉണ്ട്, അതുപോലെ തന്നെ സിക്ക് റോൾ ബിഹേവിയർ. ഇങ്ങനെയാണ് ഹെൽത്ത് ബിഹേവിയറിനെ 3ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് ബിഹേവിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, അതുപോലെ ഡൈനാമിക് ആണ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെങ്കിൽ കൺസിഡേർഡ് പ്രോസസ് ആണ്, പിന്നെ സ്റ്റിമുലി ഡ്രൈവ് ആണ് ഏത് ഹെൽത്ത് ബിഹേവിയർ. അങ്ങനെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ തിയറീസും മോഡൽസും ആണ് ബിഹേവിയർ ചേഞ്ചസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ബോർഡ് ക്ലാസിഫിക്കേഷനുമായിട്ട് തിയറി ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ബിഹേവിയർ ചേഞ്ച് തിയറി ഉണ്ട്, അതുപോലെ തന്നെ തിയറീസ് ആൻഡ് മോഡൽ ഓഫ് ഇന്റർപേഴ്സണൽ ഹെൽത്ത് ബിഹേവിയർ ഉണ്ട്, അതുപോലെ തന്നെ തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് ഫോക്കസ് ഓൺ എ ബിഹേവിയർ ഓൺ ആസ് ഔട്ട്കം എന്ന രീതിയിലാണ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ കൊടുത്തത്. അപ്പൊ ഡിഫറെന്റ് ഹെൽത്ത് ബിഹേവിയർ തിയറീസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 3 ഉള്ളത്. ഒന്ന് തിയറീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ബിഹേവിയർ ചേഞ്ച്, അതാണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിനുകളിലൊക്കെ ചോദിച്ചത്. അതിലെ ഹെൽത്ത് ബിലീഫ് മോഡൽ തിയറി എന്താണെന്ന് ചോദിക്കാണ്. രണ്ടാമത്തെ തിയറീസ് ആൻഡ് മോഡൽസ് ആണ് ഇന്റർപേഴ്സണൽ ഹെൽത്ത് ബിഹേവിയർ തിയറി, അതുപോലെ തന്നെ തിയറീസ് ആൻഡ് മോഡൽസ് ഫോക്കസ് ഓൺ ദി ബിഹേവിയർ ആസ് എ ഔട്ട്കം എന്നുള്ള രീതിയിൽ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഹെൽത്ത് ബിഹേവിയർ തിയറീസിൽ ഉള്ളത്. അല്ല തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ബിഹേവിയർ എന്ന് നോക്കുമ്പോൾ 1940-കൾ 50-കളിലാണ് ഈ ഒരു സ്റ്റഡി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ ഒരു പ്രത്യേക മോഡൽ, അതായത് ഹെൽത്ത് ബിലീഫ് മോഡൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ബിലീഫ് മോഡലിൽ കുറച്ച് ഫീച്ചേഴ്സ് കണക്ട്. ഒന്ന് പ്രിസീവ്ഡ് സസ്റ്റബിലിറ്റി, അത് പ്രിസീവ്ഡ് സെർവനിറ്റി, പ്രിസീവ്ഡ് ബെനിഫിറ്റ് ആൻഡ് പ്രിസീവ്ഡ് ബാരിയർ. അതിന്റെ ഫലമായിട്ട് നമ്മൾ ഒരു സെൽഫ് എഫിഷ്യൻസിയിലും അതുപോലെ നമ്മുടെ ബിഹേവിയറിലേക്ക് നമ്മളത് ഈ ഒരു തിയറി, അതായത് ഹെൽത്ത് ബിലീഫ് മോഡൽ തിയറി എന്താണെന്ന് നല്ലവണ്ണം പഠിക്കുക. 1974 റോസൻ സ്റ്റോക്ക് ആൻഡ് ബെർക്കർ ഹെൽത്ത് ആണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ബേക്കർ ഹെൽത്ത് ഇവരാണ് ഈ ഹെൽത്ത് ബിലീഫ് മോഡൽ തിയറി കൊണ്ടുവരുന്നത്. ഈ ഒരു അധ്യായത്തിൽ ഹെൽത്ത് ബിലീഫ് മോഡൽ തിയറി നല്ലവണ്ണം പഠിക്കുക. ആ തിയറിയിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കുറെ ബിഹേവിയർ തിയറി, അതാണ് ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡൽ തിയറി ഉണ്ട്. പിന്നെ ട്രാൻസ് തിയറിക്കൽ മോഡൽ സ്റ്റേജ് തിയറീസുകളുണ്ട്. പിന്നെ ട്രാൻസ് തിയറിറ്റിക്കൽ മോഡൽ ഉണ്ട്. അങ്ങനെ കുറച്ച് തിയറീസുകളൊക്കെ ഈ ഒരു ഫസ്റ്റ് തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ
തിയറിയിൽ. അത് കഴിഞ്ഞിട്ട് തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് ഇന്റർപേഴ്സണൽ ഹെൽത്ത് തിയറി. അതില് പ്രധാനമായിട്ട് 3 തിയറീസ് ആണ് നമുക്ക് ഉള്ളത് പഠിക്കാൻ. 3 തിയറീസ് ആണ് പഠിക്കാൻ. ഒന്ന് സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി, അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് തിയറി, അതുപോലെ തന്നെ സ്ട്രെസ് കോപ്പിംഗ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ മോഡൽ തിയറി. ഇങ്ങനെ 3 തിയറീസ് ആണ് ഏത് തിയറീസ് ആൻഡ് മോഡൽ ഓഫ് ഇന്റർപേഴ്സണൽ ഹെൽത്ത് ബിഹേവിയർ. ഇന്റർപേഴ്സണൽ, മറ്റേത് ഇൻഡിവിജ്വൽ തിയറിയാണ്, ഇത് ഇന്റർപേഴ്സണൽ ഹെൽത്ത് തിയറിയാണ്. ഇതിൽ 3 ഉള്ളത്. സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി, സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് മോഡൽ, അതുപോലെ തന്നെ സ്ട്രെസ് കോപ്പിയിങ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ മോഡൽ. ഇതിൽ എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചേക്കുന്ന ടോപ്പിക് സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി. അത് 1960കളിൽ 86ലാണ് ഈ ഒരു തിയറി കൊണ്ടുവരുന്നത്. ആൽബർട്ട് ബണ്ടൂരയാണ് ഈ ഒരു സോഷ്യോ കൊഗ്നിറ്റീവ് തിയറി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ SCT എന്ന് പറയൂ ട്ടോ. ഇതില് ഈ ഒരു തിയറി പ്രകാരം 4 ഹൈപ്പോത്തിസിസ് ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സൈക്കോളജിക്കൽ ഡിറ്റർമിൻ ഓഫ് ബിഹേവിയർ, അതുപോലെ തന്നെ ഒബ്സർവേഷണൽ ലേണിംഗ്, എൻവിയോൺമെന്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ബിഹേവിയർ, സെൽഫ് റെഗുലേഷൻ, അതുപോലെ തന്നെ മോറൽ ഡിസ്എൻഗേജ്മെന്റ്. ഇങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറിയിലെ 5 ഹൈപ്പോത്തിസിസ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ആൽബർട്ട് ബണ്ടൂരയാണ് ഈ ഒരു തിയറി കൊണ്ടുവരുന്നത്. ഈ ഒരു തിയറി നല്ലവണ്ണം പഠിക്കുക. ഈ ഒരു തിയറി ഷോർട്ട് എസ്സേകളായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി അതെങ്ങനെ അപ്ലിക്കേഷൻ ചെയ്യാറോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ നമ്മളെന്താ കമ്മ്യൂണിറ്റി ആൻഡ് ഗ്രൂപ്പ് മോഡലിംഗ് ഹെൽത്ത് ഓഫ് ബിഹേവിയർ ചേഞ്ച്, അതിൽ അത്ര വലിയ ഇതൊന്നുമില്ല. അതിൽ ഡിഫ്യൂഷൻ ഇൻവേർഷൻസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയാണ് 6ാമത്തെ അധ്യായം. അതായത് പബ്ലിക് ഹെൽത്ത് ബിഹേവിയർ എന്താണെന്നാണ്. അതുപോലെ തന്നെ 3 തിയറി, ഹെൽത്ത് ബിഹേവിയറും അതിന്റെ ക്ലാസിഫിക്കേഷനുമാണ്. ഹെൽത്ത് ബിഹേവിയറിന്റെ 3 ക്ലാസിഫിക്കേഷൻസുകൾ ഉണ്ട്. 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. പ്രിവെന്റീവ് ഹെൽത്ത് ബിഹേവിയറും, ഇൽനെസ് ബിഹേവിയറും, അതുപോലെ തന്നെ സിക്ക് റോൾ ബിഹേവിയർ. പിന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള 3 തിയറീസുകളാണുള്ളത്. ഒന്ന് തിയറീസ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, പിന്നെ മോഡൽ ഓഫ് ഇന്റർപേഴ്സണൽ, പിന്നെ തിയറീസ് ഓഫ് മോഡൽ ഓഫ് ഫോക്കസ് ബിഹേവിയർ. അതിലെ തിയറീസ് ഓഫ് മോഡൽ ഇൻഡിവിജ്വലില് ചോദിക്കുന്നത് ഹെൽത്ത് ബിലീഫ് മോഡൽ തിയറി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് മോർ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തത് പിന്നെ നമ്മുടെ ഇന്റർപേഴ്സണൽ തിയറിയിലെ സോഷ്യോ കൊഗ്നിറ്റീവ് തിയറിയാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു അധ്യായത്തിൽ നിന്ന് ഈ ഒരു ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് ചോദ്യം. പിന്നെ ഹെൽത്ത് ബിഹേവിയർ എന്താ, എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് ബിഹേവിയേഴ്സ്, നമ്മൾ എങ്ങനെയാണ് തിരിക്കുന്നത് ഹെൽത്ത് ബിഹേവിയേഴ്സിനെ തിരിക്കുന്നത്, ആ ക്ലാസിഫിക്കേഷൻസ് 5 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഏത് പ്രിവെന്റീവ് ഹെൽത്ത് ബിഹേവിയർ ഉണ്ട്, ഇൽനെസ് ബിഹേവിയർ, സിക്ക് റോൾ, ഇതൊക്കെ എന്താണെന്നും പിന്നെ ബിലീഫ് മോഡൽ തിയറി എന്താണെന്ന് നോക്കുമെന്ന് പഠിക്കാം. ഇത്രയൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. തിയറീസുകൾ 3 തിയറികളാണ്. ആ 3 തിയറികൾ സബ് ഡിവിഷൻ തിയറികളുണ്ട്. സബ് ഡിവിഷൻ തിയറിയിലെ ഒന്ന് ഹെൽത്ത് ബിലീഫ് മോഡൽ തിയറിയും അതുപോലെ തന്നെ സോഷ്യോ കൊഗ്നിറ്റീവ് തിയറിയുമാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ആ ടോപ്പിക്കുകൾ നല്ലവണ്ണം പഠിക്കാം. ദെൻ അടുത്തത് 7ാമത്തെ ചാപ്റ്റർ. ഈ ഒരു സിലബസിലെ, അതായത് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന് പറഞ്ഞ ഈ സിലബസിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഈ 7ാമത്തെ ചാപ്റ്റർ. ഈ 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ, എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ പ്രോഗ്രാമുമായിട്ട് വരുന്ന അധ്യായമാണ്. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാം ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്നാണ് കേട്ടോ പറയുന്നത്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇന്ത്യൻ ഗവൺമെന്റ് എന്തൊക്കെ പ്രോഗ്രാംസുകളാണ് ആരോഗ്യത്തിന് വേണ്ടി ചെയ്തത്, അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിൽ എന്തെല്ലാം ആണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾ നടത്തിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. Then it is obvious the health is a more than just absence of diseases. നമുക്കറിയാം ഒരു ഡിസീസസ് വരുന്നതിന് മുന്നേ, ഒരു രോഗം വരുന്നതിന് മുന്നേ നമ്മൾ എന്ത് നോക്കിയാൽ മതി? നമ്മുടെ ഹെൽത്ത്
നല്ലതാണെന്ന് നോക്കിയാൽ മതി. ഹെൽത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്, മോർ ദാൻ ഇമ്പോർട്ടൻറ്റ് ടു ദി ഹെൽത്ത് എന്നാണ് പറയുന്നത്. A person in a good health is a guarantee to the diseases free. നമുക്കറിയാം, ഒരു വ്യക്തി നല്ല ഹെൽത്ത് ഉള്ള വ്യക്തിയാണെങ്കിൽ അവര് ഒറ്റ ഡിസീസസ്, രോഗങ്ങളിൽ നിന്നൊക്കെ മോചിതനാവും. ഗിവിംഗ് ഹിം ഓൺ ഹിയർ കപ്പാസിറ്റി ടു വർക്ക് ആൻഡ് റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. അയാൾക്ക് നല്ലവണ്ണം വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരമാവധി പൊട്ടൻഷ്യൽസ് വർക്ക് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും. അപ്പൊ നമ്മള് ഒരു ഹെൽത്ത് ആണ് നമ്മുടെ ഏറ്റവും പ്രാധാന്യം. ഓൾ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഹൂ is in good health is free from the illness and able to reach their full potential. The greatest way to the understand health is an essential foundation of defining person feeling of well-being. ഹെൽത്ത് ആണ് ഒരു വ്യക്തിയുടെ എല്ലാ നല്ലതാണോ വെൽബീയിങ്ങും ഒക്കെ ഫീലിങ്ങും അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഹെൽത്തിന് അത്രമാത്രം ഇമ്പോർട്ടന്റ് നമുക്കുണ്ട്. The quantity of nation health care is a crucial to maintain good health. അതുകൊണ്ട് നാഷനും ഹെൽത്ത്, ഓരോ വ്യക്തിയുടെയും ഹെൽത്ത് മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. കാരണം എന്താ, ഹെൽത്ത് കെയർ ഇൻക്ലൂഡ് മോർ ദാൻ ജസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഓൾ ഫെറ്റ്സ് ഇൻക്ലൂഡിംഗ് പ്രിമിറ്റീവ്, ക്രൂഷ്യൽ ആൻഡ് റീഹാബിറ്റിംഗ് കെയർ ആർ ഗീവൺ ഇൻ പ്രോപ്പർ കൺസിഡറേഷൻ. An ideal health care system includes both public and private health care institutions, and it represents the components of the health promotion. It illness prevents community care and rehabilitation. ഒരു രാജ്യത്തിലെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിന് വ്യക്തികളുടെ പ്രാധാന്യം ഉണ്ട്. ആ വ്യക്തികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് നല്ല വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല ഹെൽത്ത് കെയർ നടപ്പിലാക്കാൻ ഒരു നാഷന്റെ ഒരു ക്രൂഷ്യൽ റോളാണ്, ഒരു മെയിൻറ്റെയിൻ ആണ്. അവരാണ് മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്ത് കൊണ്ടുനടക്കുക. അതിന് വേണ്ടിയിട്ട് പല പ്രോഗ്രാംസുകൾ നടത്തുക. അത് പ്രൈവറ്റ് രീതിയിലും പബ്ലിക്കൽ രീതിയിലും നമുക്ക് നടത്തുന്നുണ്ട്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫൈഡ് ഹെൽത്ത് ആസ് എ സ്റ്റേറ്റ് കൺസേൺ. അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മെൻഷൻ ചെയ്യേണ്ടത് ഹെൽത്ത് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിന്റെയും ഓരോ രാഷ്ട്രത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ആസ് എ റിസൾട്ട് ഈച്ച് സ്റ്റേറ്റ് എ യൂണിക് സിസ്റ്റം ആൻഡ് ഡെലിവറിംഗ് ഹെൽത്ത് കെയർ ഇൻക്ലൂഡ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിലെ ഓരോ സ്റ്റേറ്റും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റം അത് പബ്ലിക് രീതിയിലായാലും പ്രൈവറ്റ് രീതിയിലായാലും നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഒരു 95% ഇന്ത്യയിലെ ഹെൽത്ത് കെയർ നല്ല എഫക്റ്റീവ് ആയിട്ടാണ്. അവർ നല്ല ഒരു റിസൾട്ട്, യൂണിക് സിസ്റ്റം തന്നെയാണ് ഡെലിവറിങ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് കെയറിൽ. Will states are the in charge in running their own health care system. അപ്പൊ രാഷ്ട്രത്തിലെ ഓരോ സ്റ്റേറ്റ്സുകളുമാണ് അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റം നോക്കേണ്ടത്. In the federal government has a duty to carry out, including the formulating policy, planning, direction, evaluating, assessing, helping relevant stage of government, providing funding to carry out national health program. The medical practice that make up an Indian healthcare system are diverse and include not only allopathy but also Ayurveda, Siddha, Unani, Yoga, Swarajapad style medical practice. In addition to numerous national initiatives aimed at the combating various alignments, Indian has a both public and private hospital and clinic. ഇത് പല രീതിയിലും സ്റ്റേറ്റ്സ് എല്ലാ പദ്ധതികളും പ്ലാനിങ്ങും പോളിസികളും ഒക്കെ സ്റ്റേറ്റിന്റെ ഡയറക്ഷനിലൂടെ നടത്തുകയും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് എല്ലാ ഡൈവേഴ്സ് മേഖല, അതായത് അലോപ്പതി ആവാം, ആയുർവേദമാവാം, എല്ലാ മേഖലകളിലും എല്ലാ കോൺട്രിബ്യൂഷൻസിനും വേണ്ടിയിട്ട് ധനസഹായങ്ങളും പ്ലാനിങ്ങും പ്രോഗ്രാംസും ഇവാലുവേഷനും ഡയറക്ഷനും ഒക്കെ സ്റ്റേറ്റിന്റെ കൺട്രോളിലാണ് നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ നാഷണൽ ഇനിഷ്യേറ്റീവ്സ് പോളിസികളും ഹെൽത്തിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഹെൽത്ത് കെയർ എന്താണ്. നമുക്കറിയാം, നല്ലൊരു ഹെൽത്ത് കെയർ ഉണ്ടായാൽ മാത്രമാണ് ഒരു രാജ്യം വികസിക്കുള്ളൂ. അപ്പൊ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞത് എന്താണെന്നും ഹെൽത്ത് കെയറിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ലെവൽ ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്താണ് ഹെൽത്ത് കെയർ എന്നും
അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻ പബ്ലിക്കൽ ഹെൽത്തുമായിട്ട് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൽത്ത് കെയറിന്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെവൽ ഓഫ് ഹെൽത്ത് കെയറിന് പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ട്, സെക്കൻഡറി ഹെൽത്ത് കെയർ ഉണ്ട്, ടേഴ്സറി ഹെൽത്ത് കെയർ. ആ ഹെൽത്ത് കെയർ ലെവൽസുകൾ ഏതാണ്? അതുപോലെ തന്നെ റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് കമ്പോണൻസ്, ഹെൽത്തിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടുള്ള കമ്പോണൻസുകൾ പഠിച്ചു. പിന്നെ ഈ ഒരു അധ്യായത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് ഇന്ത്യസ് ഹെൽത്ത് കെയർ സിസ്റ്റം. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്താണ്? അത് പബ്ലിക്കൽ ഹെൽത്ത് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് ഹെൽത്ത് സെക്ടറും ഉണ്ട്. അതിൽ പബ്ലിക്കൽ ഹെൽത്ത് സെക്ടറിൽ എന്തൊക്കെ പ്രോഗ്രാംസുകളാണ്? നമുക്കറിയാം ഹോസ്പിറ്റലുകളായാലും അതുപോലെ തന്നെ ഇൻഷുറൻസ് സ്കീംസുകൾ, അതൊക്കെ ഈ ഒരു ഏജൻസിയിൽ വരും. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹെൽത്ത് കെയറിൽ അത് ഹോസ്പിറ്റൽ, നഴ്സിംഗ് ഹോം, ഡിസ്പെൻസറി, ക്ലിനിക്കൽ, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ വോളണ്ടറി ഹെൽത്ത് ഏജൻസികളും നമുക്ക് കുറെ ഉണ്ട്. ആയുഷ് ആൻഡ് അലോപ്പതി, ആയുർവേദ, യോഗ, യുനാനി, അങ്ങനെ പല ഫീൽഡും നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ അതും എങ്ങനെയാണ് വോളണ്ടറി ഹെൽത്ത് ഏജൻസികളും നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയറിന് വേണ്ടി ചെയ്യും. അതിൽ വേരിയസ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഉണ്ട്. പ്രധാനമായിട്ടും പബ്ലിക്കൽ സെക്ടർ ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ ഏതൊക്കെയാണെന്നും, കുറച്ച് പബ്ലിക്കൽ അതായത് പൊതുജന ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വില്ലേജ് ഹെൽത്ത് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്, ട്രെയിനഡ് ബർത്ത് അറ്റൻഡൻസ്, പിന്നെ സബ്സ്റ്റൻസുകള്, പ്രൈമറി ഹെൽത്ത് സെന്ററുകള്, അംഗനവാടി സെന്ററുകള്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകള്, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഇന്ത്യയിൽ എന്തൊക്കെ കൊടുക്കുന്നു? അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ആയുഷ് ആൻഡ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതുപോലെ തന്നെ വോളണ്ടറി ഹെൽത്ത് ഏജൻസിയിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? അങ്ങനെ 3 ലെവൽ വേരിയസ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കണം. അതിൽ ഒന്ന് പബ്ലിക് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ഉണ്ട്, പിന്നെ മിനിസ്ട്രി ഉണ്ട്, ഒന്ന് വോളണ്ടറി ഹെൽത്ത് ഓർഗനൈസേഷൻ. പിന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ, ഇത് കെയർസുകളാണ് നമ്മൾ നോക്കിയത്, കെയർ സിസ്റ്റംസ് ആണ്. ഇനി പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. ഈ ഒരു ചോദ്യം നല്ലോണം പഠിച്ചു. ഇതൊരു എസ് ആയിട്ട് ചോദിക്കുന്നതാണ്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഇന്ത്യ, അതിൽ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കുന്നതാണ് NVBDCP എന്ന് പറയാം. NVBDCPയുടെ ഫുൾ ഫോം ആണ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസസ് കൺട്രോൾ പ്രോഗ്രാം. ഇതിലാണ് നമ്മൾ മലേറിയ, ഫിലേറിയ, സ്കാൽഡറസ്, ജപ്പാനീസ് എൻസെഫലിസ്, ചിക്കൻ ഗുനിയ, ഡെങ്കു, ഇതൊക്കെയാണ്. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാംസുകളാണ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസസ് പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ ലെപ്രസി എറിഡിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ റിസീവ്ഡ് നാഷണൽ ട്യൂബർക്ലോസ് കൺട്രോൾ പ്രോഗ്രാംസ് ഉണ്ട്, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഇമ്മ്യൂണിഫിക്കേഷൻ പ്രോഗ്രാമുകൾ, പിന്നെ നാഷണൽ പ്രോഗ്രാം ഓഫ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക്, ഈ പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രോഗ്രാമാണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഇതും ഷോർട്ട് നോട്ടുകളായിട്ട് ചോദിക്കാറുണ്ട്. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന് അത് 1982കളിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിൽ എന്താണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ പ്രധാനപ്പെട്ട ഗോളുകൾ എന്നൊക്കെ നോക്കാം. ദെൻ വേറൊരു പ്രോഗ്രാമാണ് റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ന്യൂനറ്റൽ ചൈൽഡ് ഹെൽത്ത് അഡോൾസൻസ് പ്രോഗ്രാം. പിന്നത്തെ പ്രോഗ്രാമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പ്രോഗ്രാം. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. നാഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് കുറച്ച് പഠിച്ചു, പബ്ലിക്, പ്രൈവറ്റ്, അതുപോലെ തന്നെ മിനിസ്ട്രി ആൻഡ് വോളണ്ടറീസ് രീതിയിൽ നമ്മൾ പഠിച്ചു. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസുകളുടെ കുറച്ച് പേരുകളാണ് നമ്മൾ പറയുന്നത്. NVBDCP, അതുപോലെ തന്നെ നാഷണൽ ലെപ്രസി ഇറേഡിയേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാംസുകളുണ്ട്, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാംസ്, അതുപോലെ NPCDCSE, അതുപോലെ തന്നെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ന്യൂനറ്റൽ ചൈൽഡ് ഹെൽത്ത് ആൻഡ് അഡോൾസൻസ് പ്രോഗ്രാം. ഇതൊക്കെ നാഷണൽ പ്രോഗ്രാംസ് ആണ്, ഹെൽത്ത് മിഷൻസുകളൊക്കെ.
അടുത്തതാണ് റോൾ ഓഫ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഇൻ ഹെൽത്ത് സെക്ടർ ഓഫ് ഇന്ത്യ. അതായത് NGOസിന്റെ റോള് എന്താണ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിൽ? റോൾ ഓഫ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഹെൽത്ത് സെക്ടർ ഓഫ് ഇന്ത്യ. നിരവധി പ്രോഗ്രാംസ് അവർ കൊടുക്കുന്നുണ്ട്. ആ പ്രോഗ്രാംസുകൾ അതൊക്കെയാണ് ഹെൽത്ത് ആക്റ്റീവ് NGOs ഇൻ ഇന്ത്യയിൽ, മെഡിക്കൽ ട്രെയിനിങ്, ഹെൽത്ത് കെയർ സർവീസ്, തെറാപ്റ്റിക്കൽ ഫെസിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഹെൽത്ത് സെക്ടേഴ്സിൽ നടത്തുന്നുണ്ട്. അവരുടെ ഫങ്ഷനിങ്ങും അവരുടെ ആക്ടിവിറ്റികളും അവരുടെ ഹെൽത്ത് സെക്ടറിലെ ഫ്യൂച്ചേഴ്സും അതൊരു എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. എസ്സേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് NGOs, ഫങ്ഷനിങ് ഓഫ് NGOs, അതുപോലെ തന്നെ ഹെൽത്ത് ആക്ടിവിറ്റി ഓഫ് NGOs ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ NGOs ആൻഡ് ഹെൽത്ത് സെക്ടർ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാരാഗ്രാഫ് നിറച്ച് ഉണ്ട്. അത് നല്ലോണം പഠിക്കാം. പിന്നെ അടുത്ത ലാസ്റ്റത്തെ ടോപ്പിക്കാണ് ഇതിലെ പ്രോബ്ലംസ് ആൻഡ് അച്ചീവ്മെന്റ് ആൻഡ് പ്രൊപ്പസേഷൻ ഇൻ ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റം. ആ ഒരു ടോപ്പിക് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു അധ്യായത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം, അതിൽ സ്പെഷ്യൽ എംഫിസൈസ് ഇൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അത് പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട്. ആ രീതിയിൽ തന്നെ നല്ലോണം കെയർ സിസ്റ്റം പഠിക്കാം. അതുപോലെ തന്നെ കെയറിങ് പ്രോഗ്രാംസുകൾ, ആ പ്രോഗ്രാംസുകൾ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ വെക്ടർ ബോൺ ഡിസീസ് പ്രോഗ്രാമും നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസുകളും നല്ലോണം പഠിക്കാം. ഈ ഹെൽത്ത് കെയർ സിസ്റ്റംസിലെ പബ്ലിക്കൽ ഹെൽത്ത് കെയർ സെക്ടർ എന്താണ് ഷോർട്ട് നോട്ടുകളൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാനേജ്മെന്റ് ഹെൽത്ത് കെയർ പ്രോഗ്രാം ഇൻ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് NGOs. NGOs എടുത്തു ചോദിക്കാറുണ്ട്. അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിൽ എങ്ങനെയാണ് ഹെൽത്ത് സെക്ടറിൽ ഇന്ത്യയിലെ ഹെൽത്ത് സെക്ടറിനെ സഹായിക്കണം, അവരെ കുറിച്ച് പഠിക്കുക, അവരുടെ ഫങ്ഷനിങ് പഠിക്കുക, അവരുടെ ആക്ടിവിറ്റീസ് പഠിക്കുക, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസുകളും പഠിക്കാം. NGOs എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസുകളാണ്. ഹെൽത്തിൽ അവർ കൊടുത്തിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്ന്. ഇത്രയാണ് 7ാമത്തെ അധ്യായം. ദെൻ 7ാമത്തെ അധ്യായം കഴിഞ്ഞാൽ ദെൻ 8ാമത്തെ അധ്യായം എന്ന് പറയുന്നത് 3ാമത്തെ ബ്ലോക്കിലെ ഇതാണ്. അതായത് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഇൻ പബ്ലിക് ഹെൽത്ത്. നമ്മുടെ ലാസ്റ്റത്തെ ഈ സിലബസിൽ നമ്മൾ പറഞ്ഞു 3 ബ്ലോക്കുകളാണ് നമുക്ക് ഉള്ളത്. അതിലത്തെ 3ാമത്തെ ബ്ലോക്കാണ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഇൻ പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിൽ എന്തൊക്കെ ഗവേഷണങ്ങളും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതിൽ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റിസർച്ച് മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകളുമാണ്. 8ാമത്തെ ചാപ്റ്റർ റിസർച്ച് മെത്തേഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകളും എന്താണെന്നാണ് നമുക്ക് നോക്കുന്നത്. നമ്മൾ ഇത്രനേരം നമ്മൾ എന്താണ് ഹെൽത്ത് കെയർ എന്നൊക്കെ പഠിച്ചു. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് ഹെൽത്ത് കെയറിലെ റിസർച്ചേഴ്സ് നടക്കുന്നത്? ആൻഡ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഈസ് ദി മെയിൻ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിനേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്. നമുക്കറിയാം ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആരോഗ്യം അനുസരിച്ച്. അപ്രോക്സിമേറ്റ്ലി 70% ഓഫ് ഇന്ത്യൻ റിസൈഡ് ഇൻ റൂറൽ ഏരിയ. നമുക്കറിയാം 70% ഇന്ത്യയിലെ ആൾക്കാർ റൂറൽ ഏരിയയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ റൂറൽ ആൻഡ് അർബൻ ഏരിയ ഹാവ് വെരി ഡിഫറെന്റ് ആക്സസ് ടു മെഡിക്കൽ ട്രീറ്റ്മെന്റ്. നമുക്കറിയാം റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ടുവരുന്നതിന് വളരെ ഡിഫറൻസ് ഉണ്ട്. The prevalence of diseases among the population and national level health care. The World Health Organization estimate that maternal and neonatal and nutritional illness together account for 53.6% of all fatalities worldwide in 1993. The cancer, heart diseases, diabetes, and other non-communicable diseases accounted by 61.8% of all fatalities in 2016. ഈ റെക്കോർഡുകൾ പ്രകാരം, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഇത് പ്രകാരം 53% ആൾക്കാരും, അതായത് 1990-കളിൽ ഈ അതായത് പ്രസവാനന്തരം അതുപോലെ തന്നെ ന്യൂട്രീഷൻസ്, പോഷകാഹാരം ഇതൊക്കെ കിട്ടാത്തത് കൊണ്ടാണ് മരണപ്പെട്ടത്. എന്നാൽ 2016 കണക്ക് പ്രകാരം 61% ആൾക്കാരും മരിച്ചത് ഹാർട്ട് ഡിസീസസ്, അതുപോലെ തന്നെ ഡയബറ്റീസ്, അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്രകാരമാണ് മരണപ്പെട്ടിട്ടുള്ളത്.
അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു റിസർച്ച് പ്രോഗ്രാമും അതുപോലെ തന്നെ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും പ്രാധാന്യം ആണ്. ഈ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ ഗാദറിംഗ്, സ്ട്രക്ചറിങ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ ആർ ടോപ്പിക്സ് കവേർഡ് ഇൻ ദി സ്റ്റഡി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഏതിനെ കുറിച്ച് ഒരു പഠനം നടത്തുമ്പോൾ അതിന്റെ ഫുൾ ഗാദറിങ്ങും സ്ട്രക്ചറിങ്ങും അനാലിസിസും നടത്തുന്നത്. ഡ്രോയിങ് കൺക്ലൂഷൻ അബൌട്ട് ദി പോപ്പുലേഷൻ ബേസ്ഡ് സാമ്പിൾ ഡാറ്റ ഇസ് മച്ച് ഈസിയർ. ദ ഫോളോയിങ് കാറ്റഗറി ബോൾഡ്ലി ഡിസ്ക്രൈബ് റിസർച്ച് സ്റ്റഡീസ്. മൂന്ന് പ്രധാന ഇതാണ്. ഒന്ന് പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ്, കേസ് കൺട്രോൾ സ്റ്റഡീസ്, അതുപോലെ തന്നെ സ്റ്റഡി ഡ്യൂറേഷൻ, സാമ്പിളിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ട്, ഇനി എത്തിക്കൽ കൺസിഡറേഷനും അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് കോസ്റ്റ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് റിസർച്ച് സ്റ്റഡീസ് നടക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ റിസർച്ച് മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകളാണ് ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കേണ്ടത്. അതിൽ പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ഇതില് 2 തരം മെത്തേഡുകളാണ് നമുക്ക് ഉള്ളത്. അത് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, നോൺ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. ഈ റാൻഡം സാമ്പിളിംഗ് എന്താണെന്നും നോൺ റാൻഡം സാമ്പിളിംഗ് എന്താണെന്നും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. റാൻഡം സാമ്പിളിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ എന്ന് പറയുന്നത്, റാൻഡം സാമ്പിളിംഗിൽ ഉപയോഗിക്കുന്ന പ്രധാന മെത്തേഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, പിന്നെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, സിസ്റ്റമാറ്റിക്കൽ സാമ്പിളിംഗ് ഉണ്ട്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്, അതുപോലെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഉണ്ട്. റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ലോട്ടറി സ്റ്റൈൽസ്, ഒരു വലിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ്. അത് പോപ്പുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ സാമ്പിളുകൾ എടുത്തിട്ട് ചൂസ് ചെയ്യുന്ന ഇതാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. റാൻഡം സാമ്പിളിംഗിൽ തന്നെ കുറെ സാമ്പിളിംഗുകൾ ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക്കൽ സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഉണ്ട്. ഇനി വേറൊരു മെത്തേഡാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ റിസർച്ച് കോൺടാക്ടേഴ്സുകളാണ് ഏറ്റവും കൂടുതൽ നോൺ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. അത് നോട്ട് സയന്റിഫിക്കൽ അല്ല, ഒരു ശാസ്ത്രപരമായിട്ടല്ല അവര് ചെയ്യുന്നത്. ഇതാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. പിന്നെ കേസ് കൺട്രോൾ സ്റ്റഡീസ് ഉണ്ട്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇനി ഇതില് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് ചോദിക്കാറുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് 3 രീതിയിലാണ് നമ്മൾ കാണുന്നത്. മീൻ, മീഡിയം, മോഡ് രീതിയിൽ. അതായത് സിംഗിൾ റെപ്രസെന്റേറ്റീവ് സെൻട്രൽ വാല്യൂസ് എടുത്ത് സെൻട്രൽ ടെൻഡൻസി കാണാതെ, അത് എംപ്ലോയിയുടെ തൊഴിലാളികളുടെ ഒക്കെ മേഖലകൾ അനുസരിച്ചിട്ടാണ് ഇത് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അതിന് മീനും ഉണ്ട്, മീഡിയം ഉണ്ട്, മോഡ് ഉണ്ട്. ഇതിലെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ എക്സാമിന് ചോദിക്കുന്ന ഷോർട്ട് നോട്ട് എന്താണ് മീൻസ്, എങ്ങനെയാണ് മീൻസിൽ കാണാൻ പറ്റുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ മെഷർ ഓഫ് വേരിയബിലിറ്റി ആണ്. മെഷർ ഓഫ് വേരിയബിലിറ്റിയിൽ കുറെ മെത്തേഡുകളുണ്ട്. അതിൽ ഒരു മെത്തേഡാണത് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതെന്താണെന്ന് ചോദിക്കാറുണ്ട്. അതായത് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് മെത്തേഡുകൾ എന്താണെന്ന് ചോദിക്കാൻ, അത് മെഷർ ഓഫ് വേരിയബിലിറ്റി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിൽ പ്രധാനമായിട്ടും 7 രീതിയിലാണ്. ഒന്ന് ന്യൂവൽ ഹൈപ്പോത്തിസിസ് കൊടുക്കും, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് കൊടുക്കുക, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ കൊടുക്കുക, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് കൊടുക്കും, ക്രിട്ടിക്കൽ വാല്യൂ കൊടുക്കും, പവർ ഓഫ് ടെസ്റ്റ് കൊടുക്കും, പി വാല്യൂ ഓഫ് ടെസ്റ്റ് കൊടുക്കും. ഇങ്ങനെ രീതിയിലാണ്. ടെസ്റ്റ് ഓഫ് പ്രൊമോഷൻ ഉള്ള രീതിയിൽ കുറെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട്. ഇതില് ടെസ്റ്റ് ഓഫ് ഫോർ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് ഒരെണ്ണം ടെസ്റ്റ് ഫോർ മീൻസ്, അല്ലെങ്കിൽ ടി ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. ടി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this test allows the contrast the actual mean of characters with observed sample means of character. അതായത് ആക്ച്വൽ മീൻസിൽ നിന്നും സാമ്പിൾ മീൻസിനെ കളക്ട് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തി എഴുതുന്ന ഒരു രീതിയാണ് ടെസ്റ്റ് മീൻ. അതിന്റെ ഡിഫറൻസും അതിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസും എങ്ങനെയൊക്കെയാണെന്ന് ഒരു 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ ഉള്ളത്. ഈ ഒരു അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ വാട്ട് ആർ ദി മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് ചോദിക്കാറുണ്ട്. ഒരു എസ്സേ ആയിട്ടാണ് അവര് ചോദിക്കാറ്. വാട്ട് ആർ ദി മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, എക്സ്പ്ലെയിൻ അബൌട്ട് അരിഥമെറ്റിക്കൽ
മീൻസിൽ, അർദ്ധമാറ്റിക്കൽ മീൻസിൽ ചോദിക്കാൻ. ഈ സെൻട്രൽ ടെൻഡൻസി 3 രീതിയിലാണ് നമ്മൾ കാണുന്നത്: മീൻസ്, മീഡിയം, മോഡ്. അതിൽ മീൻസ് ആണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കണം കണ്ടത്. മീൻസും മീഡിയം മോഡും ഉണ്ടെങ്കിലും അതിൽ മീൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. ഇത് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. കുറെ കണക്കുകളാണ് ഇതിൽ ഉള്ളത്. അതിൽ ഈ സെൻട്രൽ ടെൻഡൻസി എന്താണെന്നും അതുപോലെ തന്നെ റാഡൻ സാമ്പിളിങ്ങും നോൺ റാഡൻ സാമ്പിളിങ്ങും എന്താണെന്ന് പഠിക്കാം. സെൻട്രൽ ടെൻഡൻസിയിലെ 3 വിഭാഗങ്ങളാണ് അർദ്ധമാറ്റിക്കൽ മീൻസ്, മീഡിയം, മോഡ്. അതിൽ അർദ്ധമാറ്റിക്കൽ മീൻസ് നല്ലോണം പഠിക്കുക. ഷോർട്ട് നോട്ടുകളായിട്ട് പിന്നെ ഒരു ചോദ്യമാണ് ടെസ്റ്റ് ഫോർ മീൻസ് എന്താണെന്ന്. അതും ഈ ഒരു അധ്യായത്തിൽ ഉള്ളതാണ്. ദെൻ അടുത്തത് 9ാമത്തെ ചാപ്റ്റർ ആണ് ഡാറ്റ അനാലിസിസ്. എന്താണ് ഡാറ്റ അനാലിസിസ്? നമുക്കറിയാം ഇന്ന് എല്ലാവരും ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലാണ് അല്ലെ. മൈക്രോസോഫ്റ്റ് എക്സൽ ഇസ് എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം മെയ്ഡ് ടു മാനേജ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അനാലിസിസ്, ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലാണ്. It began to the MS Office is a family and combined Word, Excel, PowerPoint and access to the one package. Several build program Excels may be launched. അപ്പൊ എക്സലിലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഡാറ്റ അനാലിസിസ് എന്ന് പഠിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു ക്രിയേറ്റിംഗ് ഡാറ്റ ഫയൽ, എക്സലില് ഒരു ഡാറ്റ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കണം. അത് സ്റ്റെപ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ക്രിയേറ്റിംഗ് ഡാറ്റ എക്സലിൽ ഡാറ്റ നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമിന് ഇവിടെ ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഫ്യൂച്ചർ ഓഫ് എക്സൽ ഷീറ്റ്. എക്സൽ ഷീറ്റിലെ എഡിറ്റിംഗ് ഫ്യൂച്ചേഴ്സുകൾ എന്താണ്? ഒന്ന് ഡാറ്റ സെലക്ഷൻ, പിന്നെ കോളം ഓഫ് വിത്ത്, ഫ്രീസർ പ്ലാൻസ് ഉണ്ട്, സോർട്ട് ഫിൽറ്റർ, കട്ട് ആൻഡ് കോപ്പി, പേസ്റ്റ്, പിന്നെ പേസ്റ്റ് സ്പെഷ്യൽ, എക്സ്പോർട്ടിംഗ് ഡാറ്റ, വേർഡ്സ്. ഇങ്ങനെയാണ് എഡിറ്റിംഗ് ഫ്യൂച്ചർ ഓഫ് എക്സൽ ഷീറ്റ് എന്ന്. ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ സെലക്ഷൻ, കോളം വിത്ത്, അതുപോലെ തന്നെ ഫ്രീസർ പാനീസ് ആൻഡ് സോർട്ട് ഫിൽറ്റർ കൊടുക്കാം, കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് കൊടുക്കാം, പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കാം, എക്സ്പോർട്ടിംഗ് ഡാറ്റ ടു ദി വേർഡ്. ഇതൊക്കെയാണ് എഡിറ്റിംഗ് ഫ്യൂച്ചേഴ്സ് ഓഫ് എക്സൽ ഷീറ്റ്സ്. ദെൻ അടുത്തത് ക്രിയേറ്റിംഗ് ഗ്രാഫിക്സ് എക്സൽ. എങ്ങനെയാണ് എക്സൽ ഒരു ക്രിയേറ്റിംഗ് ഗ്രാഫിക്സുകൾ നമ്മൾ കൊടുക്കുന്നത്? ഗ്രാഫിക്സുകൾ കൊടുത്തിട്ടുള്ള ഇത്, അത് പൈ ചാർട്ട് കൊടുക്കാം, നമുക്ക് പൈ ചാർട്ട്സുകൾ കൊടുക്കാം, അതുപോലെ തന്നെ ഗ്രാഫിക്സുകൾ കൊടുക്കാം. എന്നൊക്കെയാണ് ഏതൊക്കെ ഗ്രാഫിക്സുകളാണ് നമുക്ക് കൊടുക്കാമെന്ന് നോക്കട്ടെ. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ എക്സാമിന് ചോദ്യം. പിന്നെ ക്രിയേറ്റിംഗ് ഡാറ്റ ഫയലിനെ SPSS, ഒരു SPSSലെ ഒരു ഡാറ്റ ഫയൽസ് എങ്ങനെയാണ്? അത് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഇതാണ്, സോഫ്റ്റ്വെയർ ആണ് SPSS എന്ന് പറയുന്നത്. അതിലൊരു ഡാറ്റ ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന് കുറച്ച് സ്റ്റെപ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അത് ആ രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, അതും ഈ ഒരു ഡാറ്റ അതിൽ നോക്കാം. ദെൻ അവസാനത്തെ മെൻഷൻ എനി 4 ഇമ്പോർട്ടന്റ് എഡിറ്റിംഗ് ഫ്യൂച്ചേഴ്സ്. ആ എഡിറ്റിംഗ് ഫ്യൂച്ചേഴ്സുകളൊക്കെ ഒന്ന് നല്ലോണം പഠിക്കാം. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ ഉള്ളത്. ഈ ഒരു അധ്യായം അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമ്മളെ എപ്പിഡമോളജിയുമായി ബന്ധപ്പെട്ട് അധികം ഒന്നുമില്ല. ഇതൊരു ഡാറ്റ അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ദെൻ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിക്സ്. അഡ്വാൻസ്ഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ യൂസിങ് എക്സലും അതുപോലെ തന്നെ SPS, അതൊരു സോഫ്റ്റ്വെയർ ആണ്, SPSS ടൂൾസും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അഡ്വാൻസ്ഡ് സ്റ്റാറ്റിക്സ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ടൂൾസ് ടെസ്റ്റ് ആണ് ചീ സ്ക്വയർ ടെസ്റ്റ് അസോസിയേഷൻ. അതെന്താണെന്ന് നല്ലോണം പഠിച്ചോ. ചീ സ്ക്വയർ ടെസ്റ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പിന്നെ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലീനിയർ റിഗ്രഷൻ എന്താണെന്ന് നോക്കാം. ഈ 2 അധ്യായത്തിൽ ഇത് മാത്രമൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അനാലിസിസ് ഓഫ് വേരിയൻസ്, ANOVO എന്ന് പറഞ്ഞാൽ, അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കും ഇതിൽ നോക്കാം. ഇത്രയാണ് ഈ ഒരു ബുക്ക്, പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന് പറഞ്ഞ ഈ ഒരു ബുക്ക്. ഇതില് നിങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കേണ്ട ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് 2ാമത്തെ മൊഡ്യൂളാണ്. 2ാമത്തെ മൊഡ്യൂളിൽ 7ാമത്തെ ചാപ്റ്റർ നല്ലവണ്ണം പഠിക്കും. പിന്നെ എപ്പിഡമോളജി എന്താ, പബ്ലിക് ഹെൽത്ത് എന്താ എന്നൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. 7ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എസ്സേകൾ
വന്നേക്കണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും വന്നേക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ പബ്ലിക്കൽ ഹെൽത്ത്. ഈ പബ്ലിക്കൽ ഹെൽത്ത് വളരെ പ്രാധാന്യം ഉള്ളത്. എപ്പിഡമോളജി എന്തെങ്കിലും ഒരു രോഗം വരുന്നതിന് ഏറ്റവും കാരണം നമുക്കിവിടെ പൊതു ആരോഗ്യത്തെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററും ഏഴാമത്തെ ചാപ്റ്ററും, അതായത് രണ്ടാമത്തെ ചാപ്റ്റർ ആയ പബ്ലിക്കൽ ഹെൽത്തും ഏഴാമത്തെ ചാപ്റ്റർ ആയ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ഗവൺമെന്റ് ആൻഡ് NGO, ഈ രണ്ട് അധ്യായങ്ങളും നല്ലവണ്ണം പഠിക്കുക. ഈ രണ്ട് അധ്യായങ്ങളിൽ നിന്നാണ് എസ്സകളും ഷോർട്ട് എസ്സകളും കൂടുതലായിട്ട് ചോദിക്കുക. പിന്നെ മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾ എട്ടാമത്തെ ചാപ്റ്റർ റിസർച്ച് മെത്തേഡ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, ആ ഒരു അധ്യായം മാത്രം നല്ലോണം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സിലബസ്. ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പൊ സംശയങ്ങൾ അത് നമുക്ക് ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇതാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന് പറഞ്ഞ സിലബസ്. ഈ സിലബസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് രണ്ടാമത്തെയും ഏഴാമത്തെയും ചാപ്റ്റർ ആണ്. പിന്നെ എട്ടാമത്തെ ചാപ്റ്റർ ഒന്ന് ഷോർട്ട് നോട്ട്സ് ഉള്ള രീതിയിൽ പഠിക്കാം. എല്ലാവർക്കും താങ്ക് യു.